ഇത് റഷ്യൻ നിർമ്മിത Su-57E എന്ന് പറയുന്ന ലേറ്റസ്റ്റ് വേർഷനാണേ. ഇത് നമ്മുടെ എയ്റോ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ്. എന്നാ ഒരു ലുക്കാണെന്ന് നോക്കിയേ, എൻ്റെ പൊന്നേ. ഇതിന്റെ വെട്ടത്ത് വരുമോ F-35? ഇപ്പോൾ പെർഫോമൻസ് സൈഡിൽ ഇതിന് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി കുറവാണെന്നൊക്കെയാണ് ഉള്ള ആക്ഷേപം. പക്ഷേ ഇന്ന് ലോകത്ത് ഒരു യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഏക അഞ്ചാം തലമുറ യുദ്ധവിമാനം എന്ന് പറയുന്നത് ഇതാണ്. F-35 F-22 J-20 ഇതുവരെ ഒരു യുദ്ധഭൂമിയിൽ ഉപയോഗിച്ചിട്ടില്ല. ഈ ഒരു എയർക്രാഫ്റ്റ് കാണാൻ തന്നെ എന്താ ഒരു ലുക്ക് എന്ന് നോക്കിയേ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതിന്റെ ഡിസൈൻ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മലയാള സിനിമ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സമയത്ത് നായകനായിട്ട് മോഹൻലാലോ മമ്മൂട്ടിയോ എൻട്രി ചെയ്യുന്ന ഒരു സീൻ ഉണ്ടാവും. ആ സീനിൽ അവരുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഇല്ലേ, അതിനെ ഓർമ്മിപ്പിക്കുന്ന പോലെയാണ് ഇത്. സ്ക്രീനിൽ കാണുമ്പോൾ ഇതിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. അതിലുപരിയായിട്ട് ഇതിൽ ഹൈപ്പർസോണിക് മിസൈൽ വരെ റഷ്യക്കാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യ ഈ Su-57E എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഹൈപ്പർസോണിക് മിസൈൽ അടക്കം നമുക്ക് കിട്ടും. മാത്രമല്ല നമ്മൾ റഷ്യയുമായിട്ട് കുറെ വർഷങ്ങളായിട്ട് തന്നെ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ജോയിന്റ് വെഞ്ചറായിട്ട് ഒരുപാട് പ്രോഗ്രാംസും പ്രോജക്റ്റുകളും ചെയ്യുന്നുണ്ട്. ഈവൻ ബ്രഹ്മോസ് ഒക്കെ അതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. സോ നമുക്ക് വളരെ വളരെ ഗുണമുള്ള ഒരു ഡീലാണ് Su-57 എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. Su-57 എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഇന്ത്യക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്. കാരണം നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ടാവും, ലൈസൻസ് കിട്ടും ഇവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് ഒരു അമേരിക്കൻ എയർക്രാഫ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ HALന് ഇവിടെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പല ടെക്നോളജീസും ഇതിന്റെ കൂട്ടത്തിൽ കിട്ടും. മികച്ച മിസൈലുകൾ കിട്ടും. ഇപ്പോൾ F-22 ആണെങ്കിലും F-35 ആണെങ്കിലും സ്റ്റെൽത്ത് കപ്പാസിറ്റി ഇതിനേക്കാൾ കൂടുതലുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി കൊണ്ട് മാത്രം ആ ഒരു നേരിയ അഡ്വാൻറ്റേജ് ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടി അക്കാര്യത്തിൽ മുന്നിലാണെന്ന് പറയുമ്പോൾ ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് ഈ എയർക്രാഫ്റ്റ് മോശമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ലോഡ് ചെയ്തിരിക്കുന്ന ആയുധങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ബിയോണ്ട് വിഷ്വൽ റേഞ്ചിൽ വരെ വരുന്ന മികച്ച ആയുധങ്ങൾ ലോഡ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ അപ്പുറം നമ്മുടെ സ്വന്തം ആയുധങ്ങൾ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങൾ കൂടി നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഒരു അമേരിക്കയുടെയും ഒരു ഉത്തരവിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു ആവശ്യത്തിന് നമ്മൾ ഈ എയർക്രാഫ്റ്റ് ഉയർത്താൻ വേണ്ടി കംപ്ലീറ്റ് ആയിട്ടും ഇന്ത്യക്ക് ഇതിന്മേൽ നിയന്ത്രണവും സ്വാധീനവും ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് നമ്മൾ ഈ Su-57E എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് എടുത്താൽ നമുക്ക് കിട്ടും. US എയർക്രാഫ്റ്റുകളിൽ ഈ അഡ്വാൻറ്റേജ് ഒന്നും കിട്ടില്ലെന്ന് മാത്രമല്ല, എപ്പോഴും USന്റെ ഒരു നോട്ടം ഇതിലുണ്ടാവുകയും ചെയ്യും. വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ F-22 റാപ്റ്ററും അതുപോലെ തന്നെ F-35 യുദ്ധങ്ങളിൽ അങ്ങനെ ഒരു മുഴുവൻ യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അത് 2-3 തവണ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2014 സിറിയയിലാണെന്ന് തോന്നുന്നു അമേരിക്ക ഇത് ബോംബിങ്ങോ മറ്റോ നടത്തുന്നതിന് വേണ്ടിയിട്ടോ എയർ സ്ട്രൈക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടോ അങ്ങാണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ISIക്കെതിരായിട്ട്. അതുപോലെ തന്നെ പിന്നീട് F-35 എന്ന് പറയുന്നതും സിറിയയിൽ എങ്ങാണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇസ്രയേൽ. അത് റീസെന്റ് ആയിട്ട് Su-57ന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ മിസൈൽ സ്ട്രൈക്കുകൾ ചെയ്യുന്നതിനും ലോങ് റേഞ്ച് മിസൈൽ അറ്റാക്കുകൾക്കും ഒക്കെ ആയിട്ട് വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. Su-57ന്റെ ലെങ്ത് എന്ന് പറയുന്നത് 21.2 മീറ്റർ ആണ്. വിങ് സ്പാൻ വന്നിട്ട് ഏതാണ്ട് 15 മീറ്ററിന് അടുത്തുണ്ട്. ഇത് എന്തായാലും വളരെ വലുതാണ് F-22 F-35 താരതമ്യപ്പെടുത്തുമ്പോൾ. ഇതിന് കൊടുത്തിട്ടുള്ള കർവുകളാണെങ്കിലും ആ ഒരു വിങ് ഷേപ്പ് ആണെങ്കിലും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. മാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെ കാണാൻ പറ്റുന്ന ഒരു എയർക്രാഫ്റ്റ് ആണിത്. പൊതുവെ ഇന്ന് ലോകത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ അഗ്രസീവുമായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് എന്ന് ചോദിച്ചാൽ, 5th ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഒരു പേരാണ് Su-57 എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഇത് പ്രാക്ടിക്കൽ ആണ് കുറച്ചുകൂടി. ഇപ്പൊ നമ്മുടെ ആവശ്യങ്ങൾക്ക് പറ്റിയ ഒരു എയർക്രാഫ്റ്റ് ആണ്. പിന്നെ US ഡീലിൽ നമുക്കുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം US കുറെ നിബന്ധനകൾ നമുക്ക് പറ്റുന്നതല്ല, അത് അടിമ രാജ്യങ്ങൾക്ക് പറ്റുന്നതാണ്. ചിലപ്പോൾ അമേരിക്കയെ സാറ്റിസ്ഫൈഡ് ആക്കാൻ ചിലപ്പോൾ ഇന്ത്യ F-35 കുറച്ച് വാങ്ങാൻ ചാൻസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ F-21 കുറച്ച് വാങ്ങാൻ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അമേരിക്ക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ണറാണ്. സോ അവരെ അങ്ങനെ നമുക്ക് പിണക്കാനും പറ്റില്ല. പക്ഷേ എങ്കിലും ഇന്ത്യ Su-57 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് മസ്റ്റായിട്ട് വാങ്ങാൻ ശ്രമിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യ വാങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.